ഗുഡ് മോർണിംഗ്, സ്വാഗതം ഡൽഹിയിൽ. അപ്പോൾ ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി എല്ലാവരെയും കാണുന്നുണ്ട് അല്ലേ? അതെ, ഞങ്ങളൊരു യോഗമായിട്ട് തന്നെ വിളിപ്പിച്ചിട്ടുണ്ട്. പുതുതായിട്ട് ചുമതലയേറ്റ KPCC പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റുമാർ, UDF കൺവീനർ, പിന്നെ വർക്കിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, ഇവരെല്ലാവരും മീറ്റിംഗ് വൈകുന്നേരം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മീറ്റിങ്ങിൽ വെച്ച് ഇവരെല്ലാവരെയും കാണും. എന്താ സ്ഥിതി? ഈ DCCകൾ എല്ലാ പ്രസിഡന്റുമാരെയും മാറ്റും? അത് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. ആലോചന ആ കാര്യത്തിൽ വേണം, കൂട്ടായിട്ടുള്ള ആലോചന വേണം. ഇപ്പം നമുക്ക് നേരത്തെ അറിവുള്ളൊരു കാര്യം, ചില റിപ്പോർട്ടുകളൊക്കെ AICCക്ക് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ 10ഓളം DCC പ്രസിഡന്റുമാരെ മാറ്റണമെന്നൊക്കെയുള്ള ചില ചർച്ചകൾ ഉണ്ടായിരുന്നു. ഞാൻ ആ റിപ്പോർട്ട് മാധ്യമങ്ങളിൽ നിന്നേ കണ്ടിട്ടുള്ളൂ. ഡിസ്കസ് ഇന്ന് അതിലൊരു ധാരണയിലെത്തുമോ? പൂർണ്ണമായിട്ട് ഇന്ന് ഒറ്റ ദിവസം കൊണ്ടാകണമെന്നില്ല. അതിൻ്റെ പ്രാരംഭ ചർച്ചകൾ കരുതുന്നു. ഇപ്പം അടുത്ത വർഷത്തെ തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള ഒരു റൂട്ട് മാപ്പ് ഇന്ന് തയ്യാറാവുമോ ഡൽഹിയിൽ വെച്ചിട്ട്? അത് ഓൾറെഡി നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ബത്തേരിയിൽ ചേർന്ന കോൺഗ്രസിൻ്റെ ഒരു നേതൃത്വ മീറ്റിംഗ് ഉണ്ട്, ക്യാമ്പുണ്ടായിരുന്നു. ആ ക്യാമ്പിൽ നിന്ന് തന്നെ മിഷൻ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം. അതിൻ്റെ അകത്ത് ഒന്നാമതായിട്ട് കോൺഗ്രസ് നേരത്തെ ഉണ്ടായിരുന്ന ബൂത്ത് കമ്മിറ്റികളാണ്. അതോടൊപ്പം തന്നെ വാർഡ് കമ്മിറ്റികൾ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർഡ് അടിസ്ഥാനത്തിലാണ്. പിന്നെ അതിനായിട്ട് കോർ കമ്മിറ്റി, ഡിലിമിറ്റേഷൻ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും ആക്ഷേപങ്ങൾക്കുമായിട്ട് ഡിലിമിറ്റേഷൻ കമ്മിറ്റി സംവിധാനം നിലവിലുണ്ട്. പിന്നെ ആ വാർഡ് കമ്മിറ്റികളെ കുറച്ചുകൂടി ഒന്ന് ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മഹാത്മാ കുടുംബ സംഗമങ്ങൾ വാർഡ് അടിസ്ഥാനത്തിൽ വളരെ വിജയകരമായിട്ട് നടന്നിട്ടുണ്ട്. ഞാൻ KPCC പ്രസിഡൻ്റായിട്ട് എന്നെ ചുമതല ആ അപ്പോയിൻമെൻറ്റ് വന്ന ഉടനെ പിറ്റേ ദിവസം തന്നെ എനിക്ക് പേരാവൂരിൽ നേരത്തെ നിശ്ചയിച്ചൊരു വാർഡ് യോഗം ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ കൂടുതൽ അവിടെ ചെന്നപ്പോൾ 326-ാമതായിട്ടാണ് ഞാൻ ഒപ്പിട്ടത്. അപ്പോൾ വാർഡ് കമ്മിറ്റി ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഞാൻ മിനിഞ്ഞാന്ന് വന്നപ്പോൾ എന്നെ അവിടെ സഹപ്രവർത്തകരുമായിട്ട് സംസാരിച്ചപ്പോഴും നല്ല പങ്കാളിത്തത്തോടു കൂടി വാർഡുകളുടെ ശാക്തീകരണം വരുന്നുണ്ട്. പ്രധാനമായിട്ടും അതാണ്. അല്ല, മറ്റൊരു കാര്യമുള്ളത്, കഴിഞ്ഞ KPCC പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യം, പാർട്ടിയെ സെമി കേഡർ സംവിധാനത്തിലേക്ക് മാറ്റും, യൂണിറ്റ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നൊക്കെ ആയിരുന്നു. പക്ഷേ പാതി വഴി നിന്ന് പോയത്, അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടാവുമോ? യൂണിറ്റ് കമ്മിറ്റികളുടെ രൂപീകരണം കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്, എന്നാൽ അത് പൂർത്തീകരിച്ചിട്ടില്ല. അതിൽ ചില നിർദ്ദേശങ്ങൾ കൂടിയുണ്ട്. അത് ഒന്നും കൂടി അതിനെ നവീകരിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളെ ഒന്ന് വിലയിരുത്തിക്കൊണ്ട് അതിൽ ഒന്ന് പരിഷ്കരിച്ച് അത് നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കും. ഈ സെമി കേഡർ എന്ന് പറഞ്ഞാൽ ബഹുമാന്യ K. സുധാകരൻ ഉദ്ദേശിച്ചത് കൂടുതൽ അച്ചടക്കമുള്ളൊരു പാർട്ടി, കൃത്യനിഷ്ഠയുള്ളൊരു പാർട്ടി, ഉത്തരവാദിത്വ ബോധമുള്ളൊരു പാർട്ടി. അതായിട്ട് കോൺഗ്രസിനെ മാറ്റണം. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി, ബഹുവർഗ പാർട്ടി എന്ന നിലയിൽ നമുക്കറിയാം അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. അതുപോലെ തന്നെ ചില പോരായ്മകളുണ്ട് സംഘടനാ തലത്തിലുള്ള അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ. അതെല്ലാം പരിഹരിച്ച് കുറേ കൂടി ആ നിലയിൽ ഒരു നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു മെക്കാനിസം പാർട്ടിക്കകത്ത് കൊണ്ടുവരാമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിനെ ആ പേര് ഞാൻ വിളിക്കുന്നില്ല, സെമി കേഡർ എന്ന പേരിലേക്കല്ല, അതിൻ്റെ ആശയത്തിലേക്ക് ഞങ്ങൾ ആലോചിച്ച് ചെയ്യും. മറ്റൊരു കാര്യമുള്ളത്, ഈ ഏറ്റവും ഒടുവിൽ K. സുധാകരൻ MP തന്നെ പറയേണ്ടി വന്നു, ഒരു ഗ്രൂപ്പ് എനിക്കെതിരെ ശ്രമം നടത്തുന്നു, എന്നെ മൂലക്കിരുത്താൻ നോക്കുന്നു. ഈ ഗ്രൂപ്പുകളുടെ സമ്മർദ്ദമൊക്കെ മറികടന്ന് പോകാൻ പറ്റുമോ? അതെല്ലാം ഗ്രൂപ്പുകളോടൊപ്പം സഞ്ചരിക്കുക, എങ്ങനെയാണ് പ്രസിഡന്റിൻ്റെ? എൻ്റെ ധാരണ കോൺഗ്രസ്സിലെ ഈ ഗ്രൂപ്പ് എന്നുള്ളത് ആ ഒരു രീതി വളരെ കുറഞ്ഞിട്ടുണ്ട്, ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ 2000-കളിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വളരെ 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 കുറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പേരിലുള്ള, എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇഷ്യൂസ് ഉണ്ട്, ലോക്കൽ ഇഷ്യൂസ്, സംഘടനാപരമായിട്ട് എല്ലാ പാർട്ടികളിലും ഇല്ലേ, ആ സംഘടനാപരമായ ഇഷ്യൂസ് ഉണ്ട്. അതും നമ്മളിപ്പം കഴിയുന്നത്ര കുറച്ചു കൊണ്ടുവരികയാണ്. എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം, ഞങ്ങളുടെ ഈ ടീമിന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെയും പ്രവർത്തകന്മാരുടെയും പൊതുമനസ്സിൻ്റെ പൂർണ്ണ അംഗീകാരമുണ്ട്. 100%, നോട്ട് ഈവൻ 99, ഇറ്റ് ഈസ് 100%. കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും 100% പിന്തുണ ഞങ്ങൾക്കുണ്ട്. ആ പിന്തുണ നിലനിർത്തിയും എല്ലാവരെയും സഹകരിപ്പിച്ചും പോവുക. ടീം വർക്ക് കപ്പിൾഡ് വിത്ത് ഹാർഡ് വർക്ക്, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒറ്റ കാര്യം കൂടി, അതായത് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പ്രധാനപ്പെട്ട ചർച്ച കോൺഗ്രസിനെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ ആര് മുഖ്യമന്ത്രി എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തല, അല്ലെങ്കിൽ ശശി തരൂരുണ്ട്, അല്ലെങ്കിൽ KC വേണുഗോപാലുണ്ട്, അല്ലെങ്കിൽ VD സതീശൻ, ഈ പേരുകളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരാളുടെ പേര് പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ ഒരാളെ ഉയർത്തിക്കാട്ടി മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം ഉണ്ടാവും? അങ്ങനെ ഒരു നിർദ്ദേശം KPCCക്ക്? സാധാരണ കോൺഗ്രസിൻ്റെ ശൈലി നമ്മൾക്ക് എടുക്കാം. ലീഡർ മുഖ്യമന്ത്രിയായ സന്ദർഭത്തിൽ പോലും തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിച്ചിട്ടില്ല. ശ്രീ AK ആൻ്റണി മുഖ്യമന്ത്രി ആയപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല 2001. ഒരു സാധാരണ ഞാൻ കണ്ടത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സന്ദർഭത്തിലും എന്താണ്, MLA മാരുടെ ഒരു ഒപ്പീനിയൻ ഹൈക്കമാൻഡ് കേൾക്കും,
എന്നിട്ട് ഹൈക്കമാൻഡ് വളരെ ഫലപ്രദമായ ഒരു തീരുമാനം എടുക്കും. ആ തീരുമാനത്തെ എല്ലാവരും അംഗീകരിക്കും. ഞങ്ങളാരും അല്ലെങ്കിൽ നേതാക്കന്മാരാരും ഈ പറഞ്ഞ പേരുകളാരും ഞാൻ ആവർത്തിക്കുന്നില്ല. ഇവരാരും ഞാൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് അവർ ഞാൻ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് അല്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ചില മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ മാതൃകയെ പറയുന്നില്ല. ചില മാധ്യമങ്ങൾ മുഖ്യമന്ത്രി, അപ്പോൾ കോൺഗ്രസ്സിന് മുഖ്യമന്ത്രിയാകാൻ പ്രാപ്തരായ, കെൽപ്പുള്ള, കഴിവുള്ള, പിന്തുണയുള്ള പലരുണ്ടാവും. ഒരാളെ മുഖ്യമന്ത്രിയാക്കും. കർണാടകത്തിലിപ്പം സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാക്കിയില്ലേ? യു വിൽ ചൂസ്. ഓക്കെ. ഈ ചർച്ചകൾ പാർട്ടിക്ക് ഗുണം ചെയ്യോ അല്ലെ ദോഷമാവോ മുഖ്യമന്ത്രി ചർച്ചകൾ? അതിനെ നല്ല സ്പിരിറ്റിലെടുത്താൽ ദോഷമൊന്നും വരില്ല. ഹൈക്കമാൻഡ് അത് മാത്രം കേപ്പബിളാണ്. യഥാർത്ഥ ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത്, ഇന്നലെ കെ മുരളീധരൻ പറഞ്ഞതാണ്, APCCയുടെ ലിസ്റ്റ് വന്നപ്പം ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് എടുത്തതിൽ ഹൈക്കമാൻഡിന് നന്ദി പറയുന്നു പറഞ്ഞു. ഈ BJP കേരളത്തിൽ ഉയർത്തുന്ന ഒരു വെല്ലുവിളിനെ മറികടന്നൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുമോ പല മണ്ഡലങ്ങളിലും? എല്ലാം നമ്മൾ കേരള രാഷ്ട്രീയം നമുക്കറിയാം. അത് UDFും LDFും തമ്മിലാണ് മത്സരം. നമ്മൾ പാർലമെൻറ്റ് ഇലക്ഷനിൽ നമ്മൾ കണ്ടു, അതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടു, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. UDF തന്നെയാണ്, ഒരു BJPയുടെ ഒന്നും ഒരു വെല്ലുവിളിയല്ല. ഓക്കെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ യോഗം നടക്കട്ടെ, കാര്യങ്ങളൊക്കെ ഗംഭീരമായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഡൽഹിയിൽ നിന്ന് വീണ്ടും കാണാം. ആയിക്കോട്ടെ. ശരി.